ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്ന എല്ലാ തരം കറികൾക്കും രുചി കൂട്ടാനും കൊഴുപ്പ് കൂട്ടാനും സഹായിക്കുന്ന കറികൾക്ക് മാത്രമല്ല ബിരിയാണിയിലും മീൻ വറുത്തതിലും ഒക്കെ ചേർക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ്. ഇത് മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റൂട്ടോ. ഹോട്ടലുകളിലൊക്കെ അവരുടെ കറികൾക്കൊക്കെ സ്വാദ് കൂട്ടാൻ വേണ്ടി ചേർക്കുന്ന ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണിത്. ഇതിനു വേണ്ടി ഞാനിവിടെ 250 ഗ്രാം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. വലിയ ജീരകം എന്നൊക്കെ പറയുന്ന ആ ജീരകം ഇല്ലേ, അതാണ്. ഇതിപ്പോൾ ഞാനിവിടെ വീട്ടിൽ കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ജീരകമാണ്. കഴുകി ഉണക്കിയെടുക്കുന്ന സമയത്ത് അതിലെ കല്ലും മണ്ണും അഴുക്കും ഒക്കെ പോയി കിട്ടും. അപ്പൊ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇനി ഇതിലേക്ക് ഒരു 3-4 ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 5-6 പട്ട ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടിപ്പോവണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 10 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ എരിവിനായിട്ട് 5 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ സാധാരണയായി പെരുംജീരകം വറുത്ത് പൊടിച്ചതൊക്കെ കറികളിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പെരുംജീരകം വറുത്ത് പൊടിച്ചത് കറികളിൽ ചേർത്ത് കൊടുക്കുന്നത്. മീൻ പൊരിച്ചതിലൊക്കെ ഈ ഒരു പെരുംജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ആ ഒരു പെരുംജീരകം വറുക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കറികൾക്കും മീൻ വറുത്തതിലേക്കും ബിരിയാണിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും പെരുംജീരകം തനിയെ വറുത്ത് പൊടിക്കുന്നതിന് പകരം ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറികൾക്ക് രുചി കൂട്ടാനും കൊഴുപ്പ് കൂട്ടാനും കൂടുതൽ സഹായിക്കും. അപ്പൊ പെരുംജീരകം ഇവിടെ വറുത്തെടുക്കുന്നുണ്ട്. തീ കൂട്ടി വെച്ച് വറുത്തെടുക്കരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെരുംജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ പെരുംജീരകമൊക്കെ ഇവിടെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 10-12 കാഷ്യൂ കൂടി ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറികൾക്കൊക്കെ നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ സഹായിക്കും കേട്ടോ. അപ്പൊ കാഷ്യൂ കൂടെ ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ പെരുംജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ വറന്ന് വരും. അപ്പൊ ചെറിയ തീയിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വറന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ജീരകമൊക്കെ ഇവിടെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതിന്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്ലെയിം ഓഫാക്കിയിട്ട് മാത്രമേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതിരിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി ഈ ഒരു പാത്രത്തിൽ നിന്നും നമുക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ പാത്രത്തിന്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത ശേഷം നല്ല ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം വറുത്തെടുത്തിട്ടുള്ള ഈ ഒരു മസാല മുഴുവനും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല പൊടി മുഴുവനായിട്ടും ഞാനൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെ പൊടികളൊക്കെ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടിലേക്ക് പൊടികളൊക്കെ ആക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. പുറത്തേക്കൊന്നും പൊടികളൊന്നും ചാടാതെ ബോട്ടിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലേക്ക് നമ്മുടെ മസാല പൊടികളൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് മസാല പൊടികളൊക്കെ മാസങ്ങളോളം കേടുകൂടാതെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മുടെ കറികൾക്കൊക്കെ രുചി കൂട്ടാനും കൊഴുപ്പ് കൂട്ടാനും സഹായിക്കുന്ന ഈ ഒരു മസാല കൂട്ട് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മസാല കൂട്ട് ചേർത്ത് നമ്മുടെ കറികളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കറികൾക്കൊക്കെ പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റുമായിരിക്കും. അപ്പം ഈ ഒരു മസാല കൂട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്